വയനാട് സുൽത്താൻ ബത്തേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മധ്യവയസ്കൻ രാജുവിന്റെ മൃതദേഹം കല്ലൂരിലെ വീട്ടിലെത്തിച്ചു. മൃതദേഹവുമായി എത്തിയ വാഹനം റോഡിൽ നാട്ടുകാർ മണിക്കൂറുകളോളം തടഞ്ഞു പ്രതിഷേധിച്ചു. മന്ത്രി ഒ.ആർ. കേളുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബാംഗത്തിന് സ്ഥിര ജോലി നൽകുക, വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം ദേശീയപാത 766 ഉപരോധിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് കലൂരിൽ നാട്ടുകാർ തടഞ്ഞു. നാളുകളേറെയായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്നും വനംവകുപ്പ് ജീവനക്കാരെ പലതവണ വിവരമറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങൾ ഫോറസ്റ്റുകാരോട് ഓരോ ദിവസവും ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ വരണം എന്ന് പറയും. ഇവർ ഇന്നലെ അവിടെ സംഭവിച്ചിട്ട് രാത്രി സംഭവിച്ചിട്ട് ഞങ്ങൾ ഒരു 8-10 കോൾ വിളിച്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ മൊത്തം ഞങ്ങൾ വിളിച്ചു. ഒരാളും വന്നില്ല. ഞങ്ങൾ വന്നിട്ട് ചോദിക്കുമ്പോൾ ഇവരെന്താ പറയാന്നറിയോ, അവിടെ നിന്ന് വന്നിട്ട് ഒരു 10 മിനിറ്റ് എന്നിട്ട് പറയും ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കഴിച്ചില്ല. അതേ വാട വന്നിട്ട് ഒരു പോക്കങ്ങ് പോകും. മന്ത്രി ഒ.ആർ. കേളുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷൂറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. അപ്പോൾ 11 ലക്ഷമായി. അവർക്ക് പുതിയ ഒരു വീട് അനുവദിച്ചു കൊടുക്കും. പിന്നെയുള്ളത് അവരുടെ കുട്ടിക്ക് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ചേർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കും. ഇപ്പോൾ അവന് IT പാസ്സായ കുട്ടിയാണ്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി മോന് കൊടുക്കും. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച കല്ലൂർ മാറോഡ് സ്വദേശി രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിനൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.